ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നതും മോട്ടിഫിലേക്ക് ഡിസൈൻ പകർത്തി ചെയ്യുന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം തന്നെ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ വരയ്ക്കുക. പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കണേ. ഇത് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ആയിരുന്നു പഠിച്ചത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കണേ. ഞാനിവിടെ ഗ്രീൻ കളർ രംഗോലി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സൂചിയുടെ സൈസ് അതുപോലെ 4 അതെല്ലാം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 ഇഴ നൂലിൽ നിന്ന് ആവശ്യത്തിനുള്ള സൈസ് എടുത്ത് കട്ട് ചെയ്ത ശേഷം 3 ഇഴ നൂല് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് സൂചിയിൽ കോർക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തറ്റൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ആദ്യം തന്നെ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെടുത്ത് ഇപ്പോൾ കുത്തിയ ഭാഗത്തു നിന്ന് ഒരു 3 ഇഴ മുന്നോട്ടേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് സൂചിയുടെ പിറകിലേക്ക് ചുറ്റിയ ശേഷം വലിച്ചെടുക്കുക. ചെയിൻ വിടർത്തി വെച്ചിട്ട് നൂല് വലിച്ച് മുറുക്കുക. എന്നിട്ട് ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കുത്തിയിട്ട് 3 ഇഴ മുന്നോട്ടേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് പിറകിലോട്ട് ചുറ്റിയ ശേഷം വീണ്ടും വലിച്ചെടുക്കുക. അപ്പോൾ രണ്ടാമത് നമുക്കൊരു ചെയിനും കൂടി കിട്ടും. ഇനി വേറൊരു രീതി കൂടി പറഞ്ഞു തരാവേ. നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച ചെയിൻ സ്റ്റിച്ചിനുള്ളിലായിട്ട് സൂചി കുത്തി 3 ഇഴ മുന്നോട്ടേക്ക് കുത്തിയെടുക്കുക. കുത്തിയെടുക്കുന്നത് നൂലിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വേണം വലിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ രീതിയാണ് എളുപ്പം വെച്ചാൽ ഈ രീതിയിൽ മുന്നോട്ട് ചെയ്തു പോവാം കേട്ടോ. ആദ്യം ചെയ്ത രീതി ഒന്നുകൂടി കാണിക്കുകയാണേ. നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ട് സൂചി കുത്തി 3 ഇഴ മുൻപോട്ടേക്ക് കുത്തിയെടുത്ത ശേഷം സൂചിക്ക് പിറകിലൂടെ നൂല് ചുറ്റിയെടുത്തിട്ട് വലിച്ചെടുക്കുക. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി കുത്തിയിട്ട് മുൻപോട്ടേക്ക് കുത്തിയെടുക്കുമ്പോൾ നൂലിനുള്ളിലായിട്ട് സൂചി വരുന്ന രീതിയിൽ വേണം കുത്തിയെടുക്കാനായിട്ട്. നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി സൂചി താഴേക്ക് കുത്തിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് മോട്ടിഫിലേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 9 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയിലുമാണ് മോട്ടിഫ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 4 അറ്റം മടക്കി തയ്ക്കണം. ഇതിൻ്റെ 4 അറ്റം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡിസൈൻ വരച്ചെടുക്കണം. ഇത് ഫോണിൽ നിന്ന് ബട്ടർ പേപ്പറിലേക്ക് പകർത്തിയെടുത്ത ചിത്രമാണ്. അതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് അറിയാത്തവർക്ക് വീഡിയോ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ക്ലോത്തിൻ്റെ മേലെയായിട്ട് കാർബൺ പേപ്പർ വെച്ച ശേഷം അതിന് മേലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ക്ലോത്തിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണോ ഡിസൈൻ വെച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. ഇനി എംബ്രോയ്ഡറിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കാം. തുണി നന്നായി വലിച്ച് മുറുക്കിയ ശേഷം മാത്രമേ സ്ക്രൂ ടൈറ്റ് ആക്കാവൂ കേട്ടോ. നമ്മൾ വരച്ചിരിക്കുന്ന റോസ് പൂ ആയതുകൊണ്ട് റെഡ് രംഗോലി ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്.
3 ഇഴ നൂലാണ് സൂചിയിൽ കോർത്തെടുക്കേണ്ടത് കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുന്നി തുടങ്ങാം. സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്ത ശേഷം കുത്തിയെടുത്ത് തന്നെ 3 ഇഴ മുന്നോട്ട് കുത്തിയെടുത്ത് സൂചിക്ക് പിറകിലൂടെ നൂല് ചുറ്റിയ ശേഷം വേണം വലിച്ചെടുക്കാൻ. ഈ രീതിയിൽ തുടർന്ന് ചെയ്തു പോവാം. തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് താഴെ സ്ക്രൂവിൽ ചുറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. സ്പീഡ് കൂട്ടാതെ സാവകാശം തുന്നിയെടുക്കണം കേട്ടോ എല്ലാവരും. ഇപ്പോൾ ഒരു ഇതൾ കഴിയാറായിട്ടുണ്ട്. അതിൻ്റെ എൻഡിലെത്തുന്ന സമയത്ത് സൂചി താഴേക്ക് കുത്തിയെടുത്തിട്ട് വീണ്ടും മേലേക്ക് കുത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വളവ് ഫിനിഷായിട്ട് കിട്ടില്ല. ഇനി നമ്മുടെ ഇലയാണ് തുന്നിയെടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തത്. അതും ഇതുപോലെ തന്നെ നമ്മൾ തുന്നിയെടുക്കാൻ പോവാം കേട്ടോ. ഇപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ബാക്കിൽ അതുപോലെ എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാവേ. ഇനി ക്ലോത്ത് നമുക്ക് എംബ്രോയ്ഡറിയിൽ നിന്ന് ഊരിയെടുക്കാം. സ്ക്രൂ മെല്ലെ ലൂസാക്കിയിട്ട് മെല്ലെ ഊരിയെടുത്താൽ മതി. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്നതും മോട്ടീവ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക്